ആ കുട്ടിയെ കൊണ്ട് വീട്ടിലെ ചെറിയ പുരയിൽ താമസിക്കുന്നു. അവൻ കൊല്ലാൻ ഏൽപ്പിച്ച ആളെ കുറെ വിളിക്കുന്നു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത്. അവൻ അതുകൊണ്ട് തന്നെ പേടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ഭാര്യ വിളിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ ജെറിക്ക് അസുഖം കൂടി എന്ന് അവൾ പറയുന്നുണ്ട്. താൻ വീട്ടിൽ കിടന്നുറങ്ങിപ്പോയെന്നും അവൻ തിരിച്ചു നുണ പറയുന്നു. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ അവൻ ഉറക്കെ നിലവിളിക്കുമ്പോൾ അവൻ പറയുന്നു, മോൻ ജെറിയുടെ ഫ്രണ്ട് അല്ലേ, ജെറിയുടെ ഓപ്പറേഷൻ നാളെയാണ്, അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിനെയും വാപ്പച്ചിനെയും കാണിച്ചു തരാം എന്ന് അവൻ ആ കുട്ടിയോട് പറയുന്നു. ജെറിക്ക് അസുഖം കുറച്ചു കുറയുന്നുണ്ട്. അവൻ അമ്മയോട് ചോദിക്കുന്നു, പുതിയ വാവ വരുമ്പോൾ എന്നെ മറക്കുമോ എന്ന്. അവൾ വിഷമത്തോടെ ഇല്ല എന്ന് പറഞ്ഞ് കുറെ കരയുന്നു. ആൽബി ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ഫോൺ കോൾ വരികയും അയാൾ വിളിച്ചിട്ട് ആ കുട്ടി എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി തന്റെ കയ്യിൽ സേഫ് ആണെന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്നാലേ പണം തരാൻ പറ്റുകയുള്ളൂ എന്ന് അയാൾ പറയുന്നു. ആ കുട്ടിയെ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ജീവിച്ചിരുന്നാൽ എന്നിലേക്ക് വിരൽ ചൂണ്ടുമെന്ന് അയാൾ പറയുന്നു. കുട്ടിയെ ഒന്നും ചെയ്യരുതെന്നും താൻ തന്നെ കീഴടങ്ങിക്കൊള്ളാമെന്നും അവൻ ദൈനികമായിട്ട് അയാളോട് പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ നിന്നും അവൻ പുറത്തേക്ക് പോകുമ്പോൾ ആ മരിച്ച ആളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത് കാണുന്നു. അവിടെ ഒരു പോലീസിനെയും പോലീസ് ജീപ്പോൾ അവൻ പേടിയോടെ പിന്തിരിഞ്ഞു. ആൽബി അയാളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ വിളിക്കുമ്പോഴെല്ലാം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ആ കുട്ടിയെ ഭക്ഷണമെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവൻ നോക്കുന്നുണ്ട്. ഒരു ദിവസം ആൽബി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവൻ തടവിൽ വെച്ചിരിക്കുന്ന കുട്ടിയുടെ ഉമ്മയെ കാണുന്നു. ജെറിയെ അന്വേഷിച്ച് വന്നതാണെന്നും തനിക്ക് ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണം റെഡിയാക്കാൻ കഴിയുമെന്നും അവൾ പറയുന്നു. അവന് കുറ്റബോധം കൊണ്ട് അവളെ നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ വളരെ വിഷമത്തോടെ പറയുന്നു, ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ പൈസ വേണ്ട എന്നും റസൂലിന്റെ വിവരം ജെറി അറിഞ്ഞിട്ടില്ല എന്നും ജെറിയെ കാണാൻ പോകരുതെന്നും അവൻ പറയുന്നു. അവൾ സങ്കടത്തോടെ തിരിഞ്ഞു നടക്കുന്നു. പിന്നീട് അവൻ വീട്ടിലേക്ക് എത്തി ആ കുട്ടിയുടെ ഡ്രസ്സുമായി ഒളിപ്പിച്ചിരുന്നിടത്തേക്ക് പോകുന്നു. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. തന്നെ ഒരു ജോലി ഏൽപ്പിച്ച് അത് ചെയ്തു തീർത്തപ്പോൾ അയാൾ തന്നെ ചതിച്ചു എന്ന് അവൻ മനസ്സുകൊണ്ട് ആലോചിക്കുന്നു. ആ കുട്ടിയെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത് അയാളാണെന്ന് അവൻ സംശയിക്കുന്നു. അവൻ പിന്നെയും അയാളെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. ഒടുവിൽ അവൻ തീരുമാനിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം ഏറ്റു പറയാമെന്ന്. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അയാൾ വീണ്ടും വിളിക്കുന്നു. അങ്ങനെ അവൻ അയാളുടെ കോൾ എടുക്കുമ്പോൾ അവന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അവൻ കാണാതെ സംസാരിക്കുന്നു. ആ കുട്ടി എവിടെയെന്നും ആ കുട്ടിയെ നിങ്ങൾ എന്തു ചെയ്തു എന്നും അയാളോട് ചൂടായി സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നു, കുട്ടിയെ ഞാൻ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നും ഞാൻ കൊല്ലുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് തന്റേതെന്ന് അയാൾ പറയുന്നു. അവൻ അയാളോട് ചൂടായി സംസാരിക്കുന്നു. അയാൾ വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആൽബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും ഭാര്യ വിളിച്ച് പറയുന്നു, നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരോ 13 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് എന്നും ഞാൻ ഡോക്ടറോട് സംസാരിച്ചു, ആൽബി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തൂ എന്നും അവൾ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവൻ ആലോചിക്കുന്നു, ആ പൈസ വന്നിട്ടുള്ളത് റസൂലിന്റെ ഉമ്മ അയച്ചിട്ടുള്ളതാണെന്നും അത് തനിക്ക് അർഹതപ്പെട്ടതല്ലെന്നും ഇതിനൊരു പരിഹാരം വേണമെന്നും അവൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ദയനീയാവസ്ഥയിൽ ആ കൊല്ലാൻ ഏൽപ്പിച്ച ആൾ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആ ആദ്യം മുതൽ തന്നെ ഉള്ള സംഭവങ്ങൾ മരിച്ച ആ ആളുടെ ഭാര്യയോട് കുമ്പസാരം പോലെ പറയുന്നതാണ്. അവൻ അവളുടെ മുമ്പിൽ ആ തോക്ക് വെച്ചിട്ട് പറയുന്നു, ഇനി ഐഷയ്ക്ക് തീരുമാനിക്കാം, എന്നെ കൊല്ലാനും വളർത്താനും ഐഷയ്ക്ക് അർഹതയുണ്ട് എന്ന്. നിങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി വേറൊരു മകന്റെ അച്ഛനെ നിങ്ങൾക്ക് കൊന്നിട്ട് ആ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.